നമസ്കാരം, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് ട്രിവാൻഡ്രത്തിനടുത്ത് ബാലരാമപുരം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിലാണ് ബിടെക് ചെയ്തത്. മാർ ബെസിലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് ഒരു സ്റ്റേബിളായിട്ടൊരു ജോലി ഏൺ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പോൾ ഞാൻ ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ടായിരുന്നു. SSC വേണമോ, PSC വേണമോ, ബാങ്കിങ് സെക്ടറിലോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. അപ്പോൾ ആ ചാലഞ്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഞാൻ നോക്കിയപ്പോൾ ബാങ്കിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബാങ്കിങ് ചൂസ് ചെയ്തു. ഇപ്പോൾ ഞാൻ SBI POയുടെ എക്സാം ക്ലിയർ ചെയ്തേക്കാണ്. എനിക്ക് ട്രിവാൻഡ്രം സർക്കിളാണ് അലൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. SBIയുടെ PO എക്സാം ഞാൻ എഴുതിയിട്ടില്ല, അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. SBI PO ഇപ്പോൾ ദൈവം കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ICDയിൽ നിന്നുള്ള കിട്ടിയ ടിപ്സാണ് ഏറ്റവും കൂടുതൽ ഉപകരിച്ചിട്ടുള്ളത്. കാരണം ചില ക്വസ്റ്റ്യൻസ് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റിയത് ICDയിൽ നിന്ന് കിട്ടിയ ഒരുപാട് സിമ്പിൾ ടിപ്സ് കാരണമാണ്. മുന്നേ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് ICDയിൽ വന്നതിന് ശേഷം ICD മെത്തേഡ് എന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയാറ്. അപ്പം ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല നമ്മൾ ICDയിലെ മെത്തേഡ് തന്നെ എങ്ങനെ സോൾവ് ചെയ്ത് കിട്ടും, അതിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് അവസാനം ഒരു കംഫർട്ടബിൾ ആവുന്നുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്നത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ICDയിൽ ഈ മെത്തേഡിൽ പഠിച്ചിട്ട് പോയാൽ അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കോൺഫിഡൻസ് വന്നത് ICDയിൽ വന്നതിന് ശേഷമാണ്. ഇൻ്റർവ്യൂ ക്ലാസ് ഞങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് നടത്തി. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ സാറിൻ്റെ ഇൻ്റർവ്യൂ ബേസിസ്, അതായത് ബാങ്കിങ് അവയർനെസ് ചേർത്തിട്ട് ഒരു മെറ്റീരിയൽ തന്നു സാറ്. പിന്നെ ഞങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഞങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അതൊന്ന് ക്ലാസ്സിൽ പറയിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു ക്ലാസ്സിൻ്റെ മുമ്പിലൊക്കെ ഒരു ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു പേടി അങ്ങ് മാറി കിട്ടി. അപ്പോൾ തന്നെ അതിന് ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ എങ്ങനെ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ആൻസർ കറക്റ്റ് ആണല്ലോ, പേടിയില്ലാതെ പ്രസൻറ്റ് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്തു സാർ. അപ്പോൾ സാറിൻ്റെ വേർഡ്സാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത്. ലൈക്ക് ലക്ക് എന്നൊരു ഫാക്ടർ ഇല്ല, ഹാർഡ് വർക്ക് എന്നൊരു ഫാക്ടറാണ് ഉള്ളത്, അത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വേർഡ്സാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത്.